ടൗണിൽ നിന്ന് 9:30 ഒരു ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്. ബസ് വന്നാ ഞാൻ പോകും ഗഫൂർക്ക. മാഷ് വിഷമിക്കണ്ട, പടച്ചോൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. പടച്ചോൻ എന്റെ കാര്യം മാത്രം നോക്കിയാ പോരല്ലോ ഗഫൂർക്ക. ഈ ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാർ വേറെയില്ലേ. നാട്ടിൽ ഇനി ഞാൻ നിൽക്കില്ല. വല്ല ബോംബെയിലോ മദ്രാസിലോ എവിടേക്കെങ്കിലും പോണം. ആ ബസ് വരുന്നെന്ന് തോന്നുന്നു. ഒന്നിനും നന്ദി പറയുന്നില്ല ഗഫൂർക്ക. എന്തെങ്കിലും കാണാം. ഒരു സന്തോഷ വാർത്തയുണ്ട് ഗഫൂറെ. മാനേജറുടെ മകളെ ശങ്കരനാരായണ മാഷി കല്യാണം കഴിച്ചു. രണ്ടാളും കൂടി നമ്മുടെ ഗോകുലകൃഷ്ണ മാഷിനെ സ്കൂളിൽ മാഷായിട്ട് ചേർത്തു. അയ്യോ, നേരാണ് മാഷത്? എന്തു പറ്റി? ആ ഗോകുലകൃഷ്ണ മാഷ് ഇപ്പാണ്ട് ഇറങ്ങിയുള്ളേ. എങ്ങോട്ട്? നാട്ടിലേക്കാന്ന് പറഞ്ഞേ. ബസ് പോയിട്ട് എത്ര നേരമായി? ഇപ്പൊ 2 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഏത് ബസ്സാ? രാജീവ്. ഇന്ന് പിടിക്കാം. നമുക്കൊരു കാർ എടുക്കാം. കാറൊന്നും കാറില്ല, ജീപ്പ്. ജീപ്പെങ്കിൽ ജീപ്പ് പോവാ. ആ രാജീവ് ബസ് ഒന്ന് പിടിക്കണം. വേഗം വിട്. രാജീവ് ബസ് ഓണടിക്ക്. വേഗം വിട്. ഗോകുലകൃഷ്ണ മാഷേ, ബസ്സിൽ നിന്ന് ഇറങ്ങിക്കോ. നിങ്ങൾ സ്കൂളിൽ അപ്പോയിന്റ് ചെയ്തു. ഇതെങ്ങനെ സംഭവിച്ചു? ഒക്കെ വിശദമായിട്ട് പറയാം. ജീപ്പിൽ കയറ്. എന്നെ വെറുക്കാം. എനിക്കിങ്ങനെ ഒരു മകളില്ലെന്ന് അച്ഛൻ എന്നോട് പറയുകയും ചെയ്യാം. അതൊക്കെ നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമാണല്ലോ. അറിയാതെ തോന്നിപ്പോയ സഹതാപം കൊണ്ട് ഒരു മനുഷ്യനെ സഹായിക്കാൻ ശ്രമിച്ചത് ഒരു അഫയറായി ചിത്രീകരിക്കപ്പെടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനീ പറഞ്ഞത് അച്ഛൻ വിശ്വസിക്കണമെന്നില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ഒരാൾ ശിക്ഷിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ മാഷിനെ സ്കൂളിൽ അപ്പോയിന്റ് ചെയ്തു. ഇനി അയാൾക്ക് അപ്രൂവൽ കൊടുക്കേണ്ടത് അച്ഛനാണ്. ഞാനുമായി ഉണ്ടെന്ന് പറയുന്ന ഇല്ലാത്ത ബന്ധത്തിന്റെ കാര്യം മനസ്സിൽ വെച്ച് അയാളോട് പക വീട്ടരുത് പ്ലീസ്. മാഷ് റെഡിയായില്ലേ? എത്ര നേരമായ മോശം ഞങ്ങൾ താഴെ കാത്തിക്കാൻ തുടങ്ങിയിട്ട്. സ്കൂളിൽ ചേർന്ന ദിവസമെങ്കിലും ഒന്ന് കൃത്യസമയത്തൊക്കെ പോണ്ടേ? എല്ലാ ദൈവങ്ങൾക്കും നന്ദി പറയായിരുന്നു ഗഫൂർക്ക. ഒരുപാട് ബുദ്ധിമുട്ടി, അലഞ്ഞു. എങ്കിലും ഒടുവിൽ ദൈവങ്ങൾ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. നന്ദി പറയാതിരിക്കാൻ ഒക്കൂ? മണി 10 പോകുന്നു. ഒരുങ്ങിയത് മതി. മാഷ് ഇറങ്ങാൻ നോക്ക്. ഞാൻ റെഡി. എന്റെ അച്ഛൻ സ്ഥലത്തില്ലാത്തോണ്ടാണെന്ന് കരുതിയാ മതി. അനുഗ്രഹിക്കണം. എന്താ മാഷേ ഇത്? ഗഫൂർക്ക, എന്നാ പോവാം. എത്തിക്കഴിഞ്ഞു, തുടങ്ങിക്കോ. ഒക്കെ ശങ്കരാനന്ദ മാഷ ഏർപ്പാടാ. താലപ്പള്ളിയുണ്ട്. അതൊക്കെ വേണമായിരുന്നു. മാനേജറായ ഭാര്യയുടെ ഭർത്താവായതിനു ശേഷമുള്ള ആദ്യത്തെ നിയമനമല്ലേ?
ഇത് ഞാൻ ഗംഭീരമാക്കും എന്നുള്ളതാണ് മൂപ്പരുടെ നിലപാട്. എന്റെ നിന്ന് പണമൊന്നും വാങ്ങിച്ചിട്ടില്ല. അതിന് മാസയിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കുഞ്ഞിക്കണ്ണ മാഷെ, ആ ലഡു മിഠായി വെറുതെ കുട്ടികൾക്ക് വിതരണം ചെയ്യല്ലേ? പിന്നെ അത് നമ്മളൊരു ഏർപ്പാടാ. ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതാണ്. അതിന് നിങ്ങളതിൽ കാശില്ലല്ലോ മാഷെ. നിങ്ങൾക്ക് ഈ പണി കിട്ടിയതിൽ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത് നിങ്ങളല്ല, ഞങ്ങളൊക്കെ. അപ്പൊ പിന്നെ രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് ക്ലാസ്സിൽ കയറാൻ ഗോകുലകൃഷ്ണൻ മാഷെ. മാഷെ, എല്ലാവരുടെയും അനുഗ്രഹം എനിക്ക് വേണം. എന്നാ ഞാൻ കേറുകയാണ്. ശരി മാഷെ, ശരി. കെ പി ആശ, Present, sir. ബി അഞ്ജലി, Present, sir. എം കെ ബീന, Present, sir. ഗിരീഷ്. Present, sir. ഞാനാണ് സാർ. ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് സൂപ്പർ സെക്ഷൻ അറിയാലോ. പക്ഷെ ഇന്നിവിടെ എന്താ ഇവിടെ നടക്കുന്നത്? ഉത്സവ പൂരോ ക്ലാസ് ടൈമിലാണ് ഇതൊക്കെ. പുതിയൊരു മാഷ് ജോയിൻ ചെയ്ത ദിവസമായതുകൊണ്ട്. നോ, സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നിയാസം കാണിക്കാനുള്ള സ്ഥലമല്ല. രജിസ്റ്ററുകളെല്ലാം എടുക്കും. ഞങ്ങൾ ഇൻസ്പെക്ഷൻ വന്നതാണ്. സാധാരണ മുൻകൂട്ടി അറിയിച്ചിട്ടാണ് ഇൻസ്പെക്ഷൻ നടത്താറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മറ്റു സ്കൂളിൽ നിന്ന് കുട്ടികളെ പിടിച്ചു കൊടുന്ന് സ്ട്രക്ട് കാണിക്കാം. കന്നാലിപ്പിള്ളേരും തെണ്ടിപ്പിള്ളേരും കുളിപ്പിച്ചു കൊടുന്ന് ക്ലാസ് കിട്ടാം. അതില്ലാതെ സർക്കാർ ഈ സൂപ്പർ സെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സത്യം പറയാലോ, ഒരു ക്ലാസ്സിൽ ആവശ്യത്തിനോട് സ്ട്രെങ്ത് ഇല്ല. എങ്കിൽ ഡിവിഷൻ ഫോൾ ആയിരിക്കും ഫലം. എന്ന് വെച്ചാൽ ആ ക്ലാസ്സിൽ അധ്യാപകന്റെ പണി പോകും. അതെ, 92-ന് ശേഷം ചേർന്ന എല്ലാവരുടെയും പണി പോകും. അതിന് മുമ്പുള്ളവർക്ക് സർക്കാർ പ്രൊട്ടക്ഷൻ നൽകും. ഒരു എച്ചമായിട്ട് ഇതൊന്നും അറിയില്ലേ? ഒക്കെ അറിയാം സാർ. പക്ഷെ ഈ സ്കൂളിൽ മാത്രം കുട്ടികളുടെ എണ്ണം കുറയുന്നത് എന്താണെന്നൊന്ന് ആലോചിക്കണം. DPEP-യിൽ വിശ്വാസമില്ലാത്ത പേരൻസ് കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് ഈ സ്കൂളിന് മാത്രം പ്രശ്നമല്ല. ആവശ്യത്തിന് സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു സ്കൂളിലും നിലനിൽപ്പില്ല. നിങ്ങൾ രജിസ്റ്ററുകൾ എടുക്കൂ. ഇത് വലിയ ചതിയായി പോയി, Mind സർ. your words. We are here to do our duty. Understand? പ്ലീസ് സാർ, ദയവേത് റിപ്പോർട്ട് അയക്കരുത്. അധ്യാപകരുടെ ജീവിതം തുലയ്ക്കരുത്. നമസ്കാരം. ഇൻസ്പെക്ഷൻ ആവർത്തിന്നറിഞ്ഞു. കുഴപ്പം വല്ലതും ഉണ്ടോ സാർ? ഒരു ക്ലാസ്സിലും ആവശ്യത്തിന് കുട്ടികളില്ല. അതുകൊണ്ട് ഇനി സ്കൂളിന് അംഗീകാരമില്ല. അയ്യോ, അപ്പോൾ നമ്മുടെ അധ്യാപകർ 92-ന് മുമ്പ് ചേർന്നവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അല്ല സാർ, പുതിയതായിട്ടൊരു അധ്യാപകൻ ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അയാളുടെ കാര്യമോ? സ്കൂളിന്റെ അംഗീകാരം തന്നെ നഷ്ടപ്പെടുമ്പോ പുതുതായി ചേർന്ന ആൾക്ക് എന്താണ് സാർ രക്ഷ? അയ്യോ സാറേ, ആ പാവത്തിനോട് ഇത് ചെയ്തല്ലോ. ഈ പാപമൊക്കെ അച്ഛൻ എങ്ങനെ തീർക്കുന്നു വിചാരിക്കുന്നേ? മനസാക്ഷി എന്നൊന്നില്ലേ? അച്ഛന് വെറുപ്പുള്ള ഒരാളിനെ ശിക്ഷിക്കുന്നത് കുറച്ചെങ്കിലും മനസ്സിലാക്കാം. അതിനുവേണ്ടി ഒരു സ്കൂളിന്റെ മൊത്തം അംഗീകാരം എടുത്തു കളയാൻ മാത്രം ദുഷ്ടനാണോ അച്ഛൻ? ഇത് ഭ്രാന്ത് പുലമ്പാനുള്ള സ്ഥലമല്ല, ഒരു ഓഫീസാണ്. ഞാൻ ഒരുത്തനെ ശിക്ഷിച്ചിട്ടില്ല. സ്കൂളിന്റെ അംഗീകാരം എടുത്ത് കളഞ്ഞിട്ടുമില്ല. ഇല്ലേ? അച്ഛന്റെ നിർദ്ദേശപ്രകാരമല്ലേ സൂപ്പർ സെക്സലിന്റെ ആളുകൾ സ്കൂളിൽ വന്നത്? ആവശ്യത്തിനുള്ള സ്ട്രെങ്ത് ഇല്ലെന്ന് പറഞ്ഞ് സ്കൂളിന്റെ അംഗീകാരം കളഞ്ഞത്? Shut up, you stupid. എന്നോട് തട്ടിക്കയറുന്നു. പുറത്തു പോ, പുറത്തു പോവാൻ.